ബി.ജെ.പിയും ജോസഫ് ഗ്രൂപ്പും വീണ്ടും ഒന്നിക്കുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ രണ്ടാം കവാടം ഉദ്ഘാടനം. മുൻ എം.പി. ചാഴിക്കാടനെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി. ഉദ്ഘാടന വാർത്തയറിഞ്ഞത് പത്രത്തിലൂടെയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദം കൊഴുക്കുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം കവാടം ഉദ്ഘാടനത്തെ ചൊല്ലി വിവാദം. രണ്ടാം കവാടം നിർമ്മാണം ആരംഭിച്ച സമയത്ത് എം.പി. ആയിരുന്ന തോമസ് ചാഴിക്കാടനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലെന്നാണ് വിവാദം. ഇത് ചൂണ്ടിക്കാട്ടി ഉദ്ഘാടന ചടങ്ങ് പത്രത്തിലൂടെ അറിഞ്ഞെന്ന് തോമസ് ചാഴിക്കാടനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായി മാറി. കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം കവാടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ചടങ്ങാണ് ഏറെ വിവാദമായി മാറിയിരിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ എം.പി. ആയിരിക്കെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം കവാടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ഈ കവാടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ രണ്ടാം കവാടം യാത്രക്കാർക്ക് ചൊവ്വാഴ്ച മുതൽ തുറന്നു കൊടുക്കുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. സന്തോഷം. കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റ് അംഗമെന്ന നിലയിൽ രണ്ടാം കവാട നിർമ്മാണം തുടങ്ങി വെക്കുന്നതിനും പൂർത്തിയാക്കുന്നതിനും കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിനും നിർണായക പങ്കുവഹിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. ഇനി രണ്ടാം കവാടത്തിനോട് ചേർന്നുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും അനുബന്ധ സൗകര്യങ്ങളും കൂടി എത്രയും വേഗം റെയിൽവേക്ക് പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട യാത്രക്കാർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ ശുഭയാത്ര നേരുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തോമസ് ചാഴിക്കാടൻ പങ്കുവച്ച കുറിപ്പിന് താഴെ വലിയ പിന്തുണയും ഫ്രാൻസിസ് ജോർജിനെതിരെ നിശ്ചിതമായ വിമർശനവുമാണ് ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത്. 3 മാസം മുൻപ് മാത്രം എം.പി. ആയ ആളാണോ രണ്ടാം കവാടത്തിന്റെ അവകാശവാദം ഉന്നയിക്കുന്നതെന്ന വാദമാണ് തോമസ് ചാഴിക്കാടനെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം കടുത്ത വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുണ്ട്. രണ്ടാം പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം തുടങ്ങിവെച്ച തോമസ് ചാഴിക്കാടനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തത് അനുചിതമായി എന്നതാണ് പരക്കെയുള്ള ജനവികാരം. രാഷ്ട്രീയ പകപോക്കൽ നിമിത്തമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്റെ എതിരാളി കൂടിയായ തോമസ് ചാഴിക്കാടനെ അവഗണിക്കാൻ ഇപ്പോഴത്തെ എം.പി. ഫ്രാൻസിസ് ജോർജ് തയ്യാറായത് എന്നാണ് ജനസംസാരം. കേവലം 3 മാസം കൊണ്ട് ഒരു പദ്ധതിയുടെ ഭരണാനുമതി പോലും ലഭിക്കില്ല എന്നിരിക്കെ തനിക്ക് മുൻപ് ഇതിനായി പ്രയത്നിച്ച മുൻ എം.പിയെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുവാൻ സാമാന്യ മര്യാദ ഫ്രാൻസിസ് ജോർജിനെ പോലെ മുൻകാല പരിചയമുള്ള ഒരു വ്യക്തി സ്വീകരിക്കേണ്ടിയിരുന്നു എന്നാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ വക്താക്കൾ ഞങ്ങളോട് പ്രതികരിച്ചത്. വികസനം എന്നത് ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വെച്ചതോ ആരംഭിച്ചതോ ആയ വികസന പ്രവർത്തനങ്ങൾ തുടരുക എന്നുള്ളതാണ് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഉത്തരവാദിത്വവും ചുമതലയും. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം 1000 കോടി രൂപയിലേറെ റെയിൽവേ വികസനത്തിന് ചെലവഴിച്ച് തന്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളെല്ലാം ആധുനികവൽക്കരണത്തിലൂടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കിയ ഒരു ജനപ്രതിനിധിയെ കേവലം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിമിത്തം ഇത്തരത്തിൽ അപമാനിച്ചത് സാംസ്കാരിക പൈതൃകം ഏറെ പേറുന്ന കോട്ടയം പോലെയുള്ള അക്ഷര നഗരിക്ക് ഏറെ വേദനയുണ്ടാക്കുന്ന സംഭവമായി പോയി. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നാടിനെ ഒന്നായി കാണുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ആര് ജനപ്രതിനിധിയായാലും സ്വീകരിക്കേണ്ട പൊതുമാന്യത. ഫ്രാൻസിസ് ജോർജിനെ പോലെ നിരവധി തവണ ലോക്സഭാ അംഗമായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു നടപടി അപ്രതീക്ഷിതമായിരുന്നു. ബി.ജെ.പിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ള വോട്ട് കച്ചവടത്തിന്റെയും അവിഹിത കൂട്ടുകെട്ടിന്റെയും ഫലമാണ് ഈ നടപടിക്ക് കാരണമെന്നും ആരോപണം ഉയർന്നുണ്ട്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പാലാ കടുത്തുരുത്തി മണ്ഡലങ്ങളിൽ ബി.ജെ.പി വോട്ട് വിറ്റു എന്ന ആരോപണം അന്നത്തെ പാലായിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി തന്നെ ഉയർത്തിയിരുന്നു. പാലായിൽ 20,000-ഉം കടുത്തുരുത്തിയിൽ 6,000-ഉം വോട്ട് UDF സ്ഥാനാർത്ഥികൾക്ക് മറച്ചു നൽകിയെന്നതായിരുന്നു ആരോപണം. അന്നത്തെ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ബി.ജെ.പിയുടെയും UDFന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.